ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ്. ഇന്നലെ വൈകുന്നേരം വന്നതും ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പൊടിയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അത് മക്കളിനൊക്കെ ഒന്ന് മെയിൽ കഴുകി കൊടുത്തു. റിജിമോൾ ഇവിടെ പാവത്തിനെ പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ? വിശന്നിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശപ്പാണല്ലോ. അപ്പോൾ ഞാൻ ചായ വെക്കുന്നുണ്ട്. പിന്നെ രാവിലത്തെ പുട്ടിൻ്റെ പൊടിയും തേങ്ങ ചിരകിയതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെടുത്തിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടുണ്ടാക്കാൻ പോകുകയാണ്. അങ്ങനെ രാവിലെ നനച്ച പുട്ടുപൊടി ചെയ്തതിനും കൂടി ഒന്നും കൂടി ഒന്ന് വെള്ളമൊക്കെ നനച്ചെടുത്തു. അങ്ങനെ പുട്ടും പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ട് ആവിക്ക് വെച്ചിട്ട് പിന്നെ ചായയും തിളച്ചപ്പോൾ ഒന്ന് സിമ്മിലിട്ടിട്ട് ഞാൻ പിന്നെ തുണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. തുണികളെടുക്കാൻ വേണ്ടി പോകുമ്പോൾ റിനിമോൾക്ക് സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ സൈക്കിളും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിനിമോളോട് സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് തുണികൾ മുറ്റത്തിട്ടിട്ടാണ് രാവിലെ ഞാൻ പോയത് കേട്ടോ, പുറത്ത് വെയിലത്തിട്ടിട്ട്. അപ്പോൾ പോയി കടയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് മഴ വരുമോ എന്ന് പറഞ്ഞിട്ട്. ഭാഗ്യത്തിന് എന്തോ വൈകുന്നേരം വരെ മഴ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസത്തെ തുണികൾ അലക്കിയതുണ്ടായിരുന്നു, പക്ഷെ അത് വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല, മഴയായിരുന്നു. ഇന്നിപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് പുറത്തിട്ടിട്ട് പോയി. എല്ലാം നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ തുണികൾ അലക്കാൻ എനിക്ക് വലിയ മടിയില്ല, പക്ഷെ ഇത് മടക്കി എടുത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ വരുമ്പോഴത്തേനും ചായയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്മിലിട്ടിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കുറേ നേരം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചായ ഇതിൽ പലർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ. ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണം. പിന്നെ പുട്ടും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും ചിക്കൻ കറിയും കൂടി കുട്ടികൾക്കൊക്കെ കൊടുത്തു. നല്ല സോഫ്റ്റ് പുട്ടാണ്, പൊൻകതിറിൻ്റെ പുട്ടുപൊടിയായിരുന്നു. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം, 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കാ. അമ്നൂസ് പരിസ്ഥിതി ദിനത്തിന് വേണ്ടിയിട്ട് ഒരു കവിതയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. റിനിമോളാണെങ്കിൽ ഇവിടെ എൻ്റെ ഒരു ഷാളൊക്കെ എടുത്തിട്ട് സാരി ഉടുക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴായിരുന്നു എനിക്ക് അരി അരയ്ക്കാനുണ്ടായിരുന്നു, മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ വേഗം അരിയൊക്കെ അരച്ചെടുത്തു. പിന്നെ അതിൻ്റെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറുക്കിയെടുത്തു. ഒരു കഞ്ഞിയൊക്കെ കാച്ചിയെടുത്തു. കാരണം എന്തായാലും പിറ്റേത്തേക്ക് പൊന്തില്ല എന്നറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അതൊന്ന് പൊന്തി കിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ ചെയ്തു വെച്ചിട്ട് പിന്നെയാണ് കറി ഉണ്ടാക്കാൻ നോക്കിയത്. രാവിലെ ഒരു ഉപ്പേരിയൊക്കെ വെച്ച് അച്ചാറും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം മോരുകറിയും ഉരുളക്കിഴങ്ങ് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല കട്ട തൈരായിരുന്നു, അതൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തു. പിന്നെ കടുക് പൊട്ടിച്ചിട്ട് കരിവേപ്പിലയും ഉള്ളിയും വറ്റൽമുളക് പൊടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഈ തൈരൊന്ന് ഒഴിക്കുക. തേങ്ങ അരയ്ക്കാണ്ട് ഒരു എളുപ്പത്തിലുള്ളൊരു മോരുകറിയാണ്. നല്ല ടേസ്റ്റായിരിക്കും, നല്ല ചൊടി ഉണ്ടാവും കേട്ടോ. നമ്മൾ തേങ്ങ അരയ്ക്കുന്നതിനേക്കാളും ഇങ്ങനെ തേങ്ങ അരയ്ക്കാണ്ട് ഒരു നേരത്തിനൊക്കെ ഇങ്ങനെ കറി വെക്കാറുണ്ട്. നല്ല ടേസ്റ്റായിരിക്കും, നല്ല കളർഫുള്ളായിട്ടില്ലേ. അമ്നൂസിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അമ്നൂസിന് ഇതും ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അമ്നൂസിൻ്റെ കാര്യം അടിപൊളിയാണ്. അങ്ങനെ പിന്നെ മോര് കറിയൊക്കെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഇതാ നമ്മുടെ അപ്പത്തിനുള്ള മാവിലേക്കുള്ള കഞ്ഞിയൊക്കെ കാച്ചി വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ് വറുക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് തോല് കളയാണ്. അപ്പോൾ റിനിമോളാണ് കേട്ടോ ഈ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരം എൻ്റെ ബാക്കിൽ തന്നെ നടക്കുന്നുണ്ട്. കാരണം അമ്നൂസ് വീഡിയോ എടുക്കുമ്പോൾ റിൻകുട്ടിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടേ. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഇത് അടുത്ത പണിയിലേക്ക് പോകുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, അലമാരത്തെ തുണികൾ മൊത്തം ഞാൻ വലിച്ച് വാരിയിട്ടിട്ടുണ്ട്, എല്ലാം ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.